സർവകലാശാലകളുടെ ഭരണത്തിൽ നേരിട്ട് ഇടപെടാനുള്ള അധികാരം വേണമെന്ന കാര്യത്തിൽ നിർബന്ധം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് മാത്രം. നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ ചാൻസലറായ ഗവർണർക്കില്ലാത്ത അമിതമായ അധികാരങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ബില്ല് നിയമമാകുന്നതോടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രോ ചാൻസലറായ കേരള, കാലിക്കറ്റ്, MG, സംസ്കൃത, കണ്ണൂർ, കുസാറ്റ്, സാങ്കേതിക, മലയാളം സർവകലാശാലകളിൽ മന്ത്രിക്ക് നേരിട്ട് ഇടപെടാൻ അധികാരമുണ്ടാവും. വിദ്യാഭ്യാസ മന്ത്രിക്ക് സെനറ്റ് മീറ്റിംഗുകളിലും ബിരുദദാന ചടങ്ങുകളിലും അധ്യക്ഷത വഹിക്കുവാനും സർവകലാശാലകളുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ, അക്കാദമിക് പ്രോഗ്രാമുകൾ, പരീക്ഷാ നടത്തിപ്പുകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച് മന്ത്രിക്കോ മന്ത്രി ചുമതലപ്പെടുത്തുന്ന ആൾക്കോ സർവകലാശാലയിൽ അന്വേഷണം നടത്താനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ പ്രോ ചാൻസലറായി മുഖ്യമന്ത്രിയുള്ള ഡിജിറ്റലിലും, കൃഷിമന്ത്രിയുള്ള കാർഷിക സർവകലാശാലയിലും, ഫിഷറീസ് മന്ത്രിയുള്ള ഫിഷറീസ് സർവകലാശാലയിലും, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുള്ള വെറ്ററിനറിയിലും, നിയമമന്ത്രിയുള്ള നിയമ സർവകലാശാലയിലും, ആരോഗ്യമന്ത്രിയുള്ള ആരോഗ്യ സർവകലാശാലയിലും ബന്ധപ്പെട്ട മന്ത്രിമാർ സർവകലാശാല ഭരണത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സമാന നിയമ ഭേദഗതികൾ ഉന്നയിക്കാതിരിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാത്രമാണ് സർവകലാശാലകളിൽ അധികാരത്തിനായി പിടിമുറുക്കുന്നത് എന്നത് വ്യക്തമായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ പ്രോ ചാൻസലർമാരായ ഇന്ത്യയിലെ സംസ്ഥാന സർവകലാശാലകളിൽ പ്രോ ചാൻസലർക്ക് കേരള സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന അധികാരം മാത്രമേ നൽകിയിട്ടുള്ളൂ. ചാൻസലറുടെ അഭാവത്തിൽ ചാൻസലറുടെ അധികാരങ്ങൾ പ്രോ ചാൻസലർക്ക് കൈമാറാമെന്ന നിയമം മാത്രമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിലുള്ളത്. സർവകലാശാലകളുടെ ഓട്ടോണമി ഇല്ലാതാക്കുന്ന നിയമ ഭേദഗതികൾ അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി. അതേസമയം നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലുകളിൽ ഒന്നിൽ വിസിമാർക്ക് പരമാധികാരവും മറ്റൊന്നിൽ വിസിമാരുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കലുമാണ് മറ്റൊരു കടന്നുകയറ്റം. ചാൻസലറായ ഗവർണർക്കുള്ള പരിമിതമായ അധികാരങ്ങളെക്കാളേറെ അധികാരങ്ങൾ പുതുതായി പ്രോ ചാൻസലറായ മന്ത്രിക്ക് ബില്ലിൽ നൽകിയിട്ടുണ്ട്. സ്വകാര്യ സർവകലാശാലകളിൽ വിസി സർവകലാശാലയുടെ പരമാധികാരിയാകുമ്പോൾ സംസ്ഥാനത്തെ പൊതു സർവകലാശാലകളിലെ വിസിയുടെ അധികാരം പൂർണ്ണമായും വെട്ടിക്കുറച്ച് സിൻഡിക്കേറ്റിനും PVCക്കും രജിസ്ട്രാർക്കുമായി വീതിച്ചു നൽകിയിരിക്കുകയാണ്. ചാൻസലർക്ക് ലഭിച്ചിട്ടില്ലാത്ത അധികാരങ്ങളാണ് മന്ത്രിക്ക് പുതുതായി വ്യവസ്ഥ ചെയ്യുന്നത്. എന്നാൽ സ്വകാര്യ സർവകലാശാലകളിൽ ഇത്തരം ഇടപെടലുകൾ ഒഴിവാക്കി വിസിക്ക് ഭരണ അക്കാദമിക് വിഷയങ്ങളിൽ പരമാധികാരം നൽകുന്നതിൽ സർക്കാരിന് വിയോജിപ്പില്ല. വിസിയുടെ തീരുമാനങ്ങളിൽ സിൻഡിക്കേറ്റിന് വിയോജിപ്പുണ്ടായാൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള ചാൻസലറായ ഗവർണറുടെ നിലവിലെ അധികാരവും എടുത്തുമാറ്റി. സ്വകാര്യ സർവകലാശാലകളിലും പൊതു സർവകലാശാലകളിലുമുള്ള വിസിമാരുടെ അധികാരങ്ങളിൽ ഒരേ സമയം വ്യത്യസ്ത നിലപാടുകൾ ബില്ലുകളിൽ വ്യവസ്ഥ ചെയ്യുന്നതിലെ അനൌചിത്യം അക്കാദമിക് രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.